കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും വിളിച്ചു വരുത്തുമ്പോൾ ഒരു ഈച്ച പോലും അറിയുന്നില്ല, മാധ്യമങ്ങൾ അറിയുന്നില്ല, ആരും തന്നെ അറിയുന്നില്ല. ഈ സംസ്ഥാനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളകളിലൊന്നാണ് ശബരിമലയിലെ സന്നിധാനത്ത് നടന്നിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ളത്. ഇതിനോടകം തന്നെ പുറത്തു വന്ന മാധ്യമ വാർത്തകളിലും കോടതിയുടെ പരാമർശങ്ങളിലൊക്കെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ SITയുടെ ഓഫീസിലേക്ക്, തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ആ മാർച്ച് നടത്തുന്ന ഘട്ടത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ മാർച്ച് നടത്തുന്നത്. മാർച്ച് പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ചയാണ്, മാർച്ച് നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും വിളിച്ചു വരുത്തി ഈ SITയുടെ അന്വേഷണ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയെന്ന വാർത്ത പുറത്തു വരുന്നത് തിങ്കളാഴ്ച മാർച്ച് നടക്കുന്ന ആ ഘട്ടത്തിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും വിളിച്ചു വരുത്തുമ്പോൾ ഒരു ഈച്ച പോലും അറിയുന്നില്ല, മാധ്യമങ്ങൾ അറിയുന്നില്ല, ആരും തന്നെ അറിയുന്നില്ല. ഇവരെങ്ങനെ ഈ കേസിൽ പ്രതികളാക്കപ്പെടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ കേസിനകത്ത് ഏറ്റവും കൃത്യമായ ബന്ധമുള്ള സർക്കാരിന്റെ തന്നെ നേരിട്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും വിളിച്ചു വരുത്തിയത് ചോദ്യം ചെയ്യാനാണോ, കിന്നാരം പറയാനാണോ എന്ന് ഈ SITയുടെ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കണ്ടേ. ആ ഘട്ടത്തിൽ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ചില ദിവസങ്ങളിൽ കോടതിയുടെ ഒരു പരാമർശം കടന്നു വന്നു, ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദപ്പെടുത്തരുതെന്ന്. ഉടനെ MP രാജേഷ് പറഞ്ഞു, ഇതാ പ്രതിപക്ഷമാണ് ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദപ്പെടുത്തുന്നതെന്ന്. ഞങ്ങൾ രാജേഷോടും പിണറായി വിജയനോടും പറയുന്നു, പ്രതിപക്ഷമല്ല ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദപ്പെടുത്തിയത്, പ്രതിപക്ഷം രാഷ്ട്രീയമായ ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്, ഭരണപക്ഷമാണ് നിരന്തരമായി സമ്മർദ്ദപ്പെടുത്തിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടയിൽ ഇവരെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കടകംപള്ളി സുരേന്ദ്രനും കൂട്ടരും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും സംഘമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ശബരിമല പോലെ സന്നിധാനത്ത് നിന്ന് ഇതുപോലെ സ്വർണം മോഷ്ടിക്കാൻ, ഇതുപോലെ കൊള്ള നടത്താൻ ഈ സർക്കാർ രാഷ്ട്രീയമായി നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തിരുന്നുവെങ്കിൽ ഈ സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് ഈ പിണറായി വിജയനും കൂട്ടരും എത്ര കോടി കട്ടിട്ടുണ്ടാകുമെന്ന് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാട്ടുകള്ളന്മാരായി ഈ സർക്കാരും സർക്കാരിന്റെ നോമിനികളും മാറിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നത്. 2019 നടത്തിയ ആ കൊള്ള തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ 2024 വീണ്ടും അവിടെ നിന്ന് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചത് ഹൈക്കോടതിയാണ്. ആ ചോദ്യം തന്നെ നേരിട്ട് ചെന്ന് പതിക്കുന്നത് പ്രശാന്തിലാണ്. അപ്പൊ പ്രശാന്തിനെ ചോദ്യം ചെയ്യണ്ടേ, പ്രശാന്തിനെ പ്രതിയാക്കണ്ടേ, പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണ്ടേ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല? കടകംപള്ളി സുരേന്ദ്രനാണ് പോറ്റിയെ അവിടേക്ക് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞത് CPMന്റെ മുൻ MLA ആയിട്ടുള്ള, CPMന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പത്മകുമാറാണ്. പത്മകുമാറിന്റെ മൊഴിവരക്കെടുത്താൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യണ്ടേ, കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണ്ടേ, പ്രതിയാക്കണ്ടേ, തുറങ്കിലടക്കേണ്ടേ എന്ന ചോദ്യം ഇവിടെ നമുക്ക് മുമ്പിൽ അവശേഷിക്കുകയാണ്.